ഇനി നമുക്ക് മൂന്നാമത്തെ മൊഡ്യൂളിനെ കുറിച്ചാണ് പഠിക്കേണ്ടത്. മൂന്നാമത്തെ മൊഡ്യൂൾ എന്താണ്? മെത്തേഡ്സ് ഓഫ് സോഷ്യൽ റിസർച്ച്, സാമൂഹ്യ ഗവേഷണ രീതികൾ. അപ്പോൾ ഈ മൊഡ്യൂളിൽ നമ്മൾ ആദ്യം പഠിക്കേണ്ട സങ്കല്പം സോഴ്സസ് ഓഫ് ഡാറ്റ അഥവാ ദത്തങ്ങളുടെ സ്രോതസ്സുകൾ എന്ന ആശയമാണ്. അപ്പോൾ സാമൂഹ്യശാസ്ത്ര ഗവേഷണത്തിൽ ഡാറ്റ ശേഖരിക്കുന്നതിനുള്ള ശരിയായ മാർഗങ്ങൾ ഗവേഷകൻ അറിഞ്ഞിരിക്കണം. ഇത് അറിയുമ്പോൾ മാത്രമേ ചോദ്യങ്ങൾ ഏത് രീതിയിലുള്ളതായിരിക്കണമെന്ന് ഇതിനെക്കുറിച്ച് ഗവേഷകന് ഒരു ധാരണ ഉണ്ടാവുകയുള്ളൂ. ഇപ്പോൾ വ്യക്തികളുടെ സ്വഭാവ സവിശേഷതകൾ, പെരുമാറ്റങ്ങൾ, അതുപോലെ തന്നെ സാമൂഹിക സംഘടനകൾ, അവരുടെ സാംസ്കാരിക ഘടകങ്ങൾ, അവയുടെ ഫലങ്ങൾ എന്നിവ നിരീക്ഷിക്കണമെങ്കിൽ ഡാറ്റയുടെ ഉറവിടങ്ങളെക്കുറിച്ചുള്ള അറിവ് അത്യാവശ്യമാണ്. ഇപ്പോൾ സ്വന്തം ഗവേഷണത്തിന് നിലവിൽ ലഭ്യമാകുന്ന റെക്കോർഡുകൾ അല്ലെങ്കിൽ ഇതിനകം ശേഖരിച്ച ഡാറ്റ ഉപയോഗപ്പെടുത്താം. വളരെ കാലമായി വികസിതമായി കൊണ്ടിരിക്കുന്നതാണ് ഗവേഷണത്തിൻ്റെ രീതിശാസ്ത്രം. ഇപ്പോൾ ഭൗതിക ശാസ്ത്രത്തിലാണ് വിവരണ ശേഖരണത്തിൻ്റെ ഉപാധികൾ, സാങ്കേതിക വിദ്യകളും വളരെ നന്നായി വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. സാമൂഹ്യശാസ്ത്രത്തിലും വിവരശേഖരണത്തിനുള്ള ഉറവിടങ്ങളെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ വളരെ വ്യാപകമാണ്. ഇപ്പോൾ സാമൂഹ്യശാസ്ത്ര ഗവേഷണത്തിലും വിവരശേഖരണത്തിൻ്റെ ആവശ്യകത വളരെ പ്രധാനമായതിനാൽ അതിനുള്ള ടൂളുകളുടെ വികസനത്തെ സംബന്ധിച്ചുള്ള ചിന്തകളും വളരെ സജീവമാണ്. അങ്ങനെയാണ് ഒബ്സർവേഷൻ ടെക്നിക്കുകളും സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കുകളും വിവരശേഖരണം നടത്തുന്നതിനും വിശകലനം ചെയ്യുന്നതിനും സാമൂഹ്യശാസ്ത്ര ഗവേഷണങ്ങളിൽ പ്രയോജനപ്പെടുത്തി തുടങ്ങിയിരിക്കുന്നത്. ഏതൊരു ശാസ്ത്ര ശാഖയേക്കാളും ഡാറ്റ കളക്ഷൻ്റെ പ്രാധാന്യം സാമൂഹ്യശാസ്ത്ര ഗവേഷണങ്ങളിൽ വളരെ കൂടുതലാണ്. കാരണം ഇതിൽ പലതും വ്യക്തികൾ സാമൂഹിക ജീവിതത്തിൽ നിന്നും സ്വന്തം അനുഭവത്തിൽ നിന്നും റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ സാമൂഹ്യശാസ്ത്രകാരന്മാർ എപ്പോഴും ആളുകളുമായി ആശയവിനിമയം നടത്തുകയും അതിൻ്റെ ഫലമായി ആശയവിനിമയങ്ങളിൽ നിന്ന് ഉൾക്കാഴ്ചകൾ ഉണ്ടാവുകയും ചെയ്യുന്നു. ഇപ്പോൾ സ്ഥിതിവിവര കണക്കുകളുടെ വളരെ ആത്മനിഷ്ഠമായ പ്രക്രിയയെ ഡാറ്റ ശേഖരിക്കുന്നതിനുള്ള ചിട്ടയായ രീതിയാക്കി മാറ്റുക എന്നുള്ളതാണ് സാമൂഹ്യശാസ്ത്രത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. ഇപ്പോൾ ഗവേഷണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടങ്ങളിൽ ഒന്നാണ് ഡാറ്റ കളക്ഷൻ. ഡാറ്റകളുടെ ശേഖരണം ആരംഭിക്കുന്നതിന് മുമ്പായി ഗവേഷകൻ ഒരു പദ്ധതി തയ്യാറാക്കണം. ആസൂത്രണം ചെയ്യുന്നതിന് നിരവധി അന്വേഷണങ്ങൾക്കുള്ള പ്രാഥമിക നടപടികളും ഉൾക്കൊള്ളണം. ആദ്യമായി നിരീക്ഷിക്കേണ്ട അല്ലെങ്കിൽ അന്വേഷിക്കേണ്ട കാര്യം ഗവേഷണ പ്രശ്നത്തിൻ്റെ ആഴം, അർത്ഥം അതെല്ലാം ഉൾക്കൊള്ളുന്നതും അതിനെ പ്രാപ്തമാക്കുന്നതുമാണോ എന്നുള്ള കാര്യം ഉറപ്പുവരുത്തണം. അതുപോലെ തന്നെ വിവരശേഖരണത്തിന് മുമ്പായി പഠനത്തിൻ്റെ ഉദ്ദേശം വ്യക്തമായി നിർവചിക്കേണ്ടതുണ്ട്. ഗവേഷണത്തിനിടയ്ക്കുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ ഇത് വളരെയധികം സഹായകരമായിരിക്കും. അപ്പോൾ ശേഖരിക്കേണ്ട ഡാറ്റ തീരുമാനിക്കാൻ അത് ഗവേഷകനെ വളരെയേറെ സഹായിക്കുന്നു. മാത്രമല്ല, അന്വേഷണത്തിൻ്റെ ലക്ഷ്യം മനസ്സിൽ വെച്ചുകൊണ്ട് വ്യത്യസ്ത പ്രശ്നങ്ങളോട് ഒരു ഏകീകൃത സമീപനം എല്ലായ്പ്പോഴും സാധ്യമാക്കും. അപ്പം അന്വേഷണത്തിൻ്റെ വ്യാപ്തിയും മുൻകൂട്ടി വെളിവാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു രൂപരേഖ ഈ ഡാറ്റ കളക്ഷന് മുൻപ് തന്നെ തയ്യാറാക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ വളരെ വലിയ തോതിൽ ഡാറ്റ ശേഖരിക്കപ്പെടുകയാണെങ്കിൽ അവ കൈകാര്യം ചെയ്യുന്നതിനും വിശകലനം ചെയ്യുന്നതിനും വളരെയേറെ പ്രയാസമായിരിക്കും. അത് ഗവേഷണ പരിധിക്കുള്ളിൽ ഒരുപാട് സമയം പാഴാകുന്നതിനും ഊർജം പാഴാകുന്നതിനും കാരണമായി തരും. അതുപോലെ തന്നെ ആവശ്യമായ അത്രയും ഡാറ്റ ശേഖരിച്ചില്ലെങ്കിൽ ഡാറ്റയുടെ അപര്യാപ്തതയും ഗവേഷണത്തിനിടയിൽ ഗുരുതരമായ പ്രശ്നങ്ങൾക്ക് ഇടയാക്കും. അപ്പോൾ കൃത്യമായ വിശകലനത്തിന് ആവശ്യമായ അത്രയും ഡാറ്റ ശേഖരിക്കാനായിട്ട് കഴിയണം. അല്ലെങ്കിൽ ലഭ്യമായ പരിമിതമായ വിവരങ്ങൾ വെച്ചുകൊണ്ട് കിട്ടിയ വിവരങ്ങൾ വെച്ചുകൊണ്ട് വിശകലനം ചെയ്ത് തെറ്റായ ചില നിഗമനങ്ങളിൽ എത്തിച്ചേരുന്നതിന് വഴിവെക്കും. അപ്പം അതുകൊണ്ട് തന്നെ വിവരശേഖരണം ഏറ്റവും ബുദ്ധിമുട്ടേറിയതും അതുപോലെ തന്നെ ബുദ്ധിപൂർവമായി ചെയ്യേണ്ടതുമായ ഒരു ഗവേഷണ പ്രക്രിയയാണ് എന്ന് പറയാം. അപ്പോൾ ഗവേഷണ പ്രശ്നം തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ പിന്നീട് നിർവഹിക്കേണ്ടതായ ഏറ്റവും പ്രധാനപ്പെട്ട അടുത്ത പ്രക്രിയയാണ് ഡാറ്റ കളക്ഷൻ അഥവാ വിവരശേഖരണം എന്നുള്ളത്. അപ്പോൾ ഈ ഡാറ്റകൾ നമുക്ക് വിവിധ സ്രോതസ്സുകളിൽ നിന്നും ഉറവിടങ്ങളിൽ നിന്നും സ്വീകരിക്കാം. അപ്പോൾ ആ സ്രോതസ്സുകൾ ഏതൊക്കെയാണെന്നുള്ള കാര്യം കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ആദ്യം പ്രൈമറി സോഴ്സസിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാം. ഇപ്പോൾ ഫീൽഡിൽ നിന്ന് നേരിട്ട് ലഭ്യമാകുന്ന ദത്തങ്ങൾ നമ്മുടെ പ്രൈമറി സോഴ്സസ് ആണ്. സാമൂഹ്യശാസ്ത്ര ഗവേഷകർ വിശേഷിച്ചും പ്രൈമറി ഡാറ്റയാണ് പഠനത്തിൻ്റെ ആവശ്യാർത്ഥം കൂടുതലായും ശേഖരിക്കുന്നത്. ഇപ്പോൾ പ്രൈമറി ഡാറ്റ ശേഖരിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല, വളരെ പ്രയാസമേറിയ ഒരു പ്രക്രിയയാണ്. എന്തായാലും പ്രൈമറി സോഴ്സസിൽ നിന്നുള്ള ഡാറ്റ കളക്ഷൻ സാമൂഹ്യശാസ്ത്ര ഗവേഷണത്തെ കൂടുതൽ വസ്തുനിഷ്ഠവും അതുപോലെ തന്നെ കൂടുതൽ സ്വീകാര്യതയും ഉറപ്പാക്കുന്നതിന് സഹായിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ പ്രാഥമിക ഡാറ്റകളുടെ മുകളിൽ ചില അന്വേഷണങ്ങളും പ്രോസസ്സിങ്ങും നടത്തേണ്ടതും ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്
അസംസ്കൃത രൂപത്തിലുള്ള ഒരു ഡാറ്റ എന്ന രീതിയിലാണ് തുടക്കത്തിൽ അവയെ സമീപിക്കേണ്ടത്. ഇപ്പോൾ പ്രാഥമിക ഡാറ്റ ശേഖരിക്കുന്നതിന് ഉറവിടങ്ങൾ സാധാരണയായി നമുക്ക് വിവിധ സ്രോതസ്സുകളിൽ നിന്നും പ്രൈമറി ഡാറ്റാസ് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം അതിന് പ്രധാനമായും ഗവേഷകരുടെ നേരിട്ടുള്ള വ്യക്തിഗത അന്വേഷണം, പരോക്ഷമായ വാക്കാലുള്ള അന്വേഷണം, ഷെഡ്യൂളുകളും ചോദ്യാവലികളും തയ്യാറാക്കിക്കൊണ്ടുള്ള അന്വേഷണങ്ങളും പഠനങ്ങളും, പ്രാദേശികമായുള്ള കത്ത് ഇടപാടുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വിവരശേഖരണം തുടങ്ങിയ രീതിയിലെല്ലാം പ്രൈമറി ഡാറ്റാസ് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ നേരിട്ടുള്ള വ്യക്തിഗത അന്വേഷണം അഥവാ ഡയറക്റ്റ് പേഴ്സണൽ ഇൻവെസ്റ്റിഗേഷനിലൂടെ ധാരാളം ഡാറ്റാസ് കളക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതെങ്ങനെയാണ്? അന്വേഷണവുമായി ബന്ധപ്പെട്ട് നേരിട്ട് വിവരങ്ങൾ ലഭിക്കുന്നതിനായി വ്യക്തികളെ നേരിട്ട് പോയി കണ്ട് അഭിമുഖങ്ങൾ നടത്തി വിവരങ്ങൾ ശേഖരിക്കാം. അതുപോലെ ഗവേഷകൻ ഗവേഷണ വിഷയങ്ങളെ പ്രത്യേകമായി കണ്ടെത്തി അതാത് പ്രദേശങ്ങളിൽ പോയി വിവരങ്ങൾ നേരിട്ട് ശേഖരിക്കാം. അഭിമുഖങ്ങൾ നടത്തി വിവരങ്ങൾ ശേഖരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ വിവിധങ്ങളായിട്ടുള്ള തന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഡാറ്റ കളക്ഷൻ നടത്തുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ കൃത്യതയുടെ ആവശ്യം വളരെ കൂടുതലാണ്. ആഴത്തിലുള്ളതും പ്രാദേശികവുമായ അന്വേഷണങ്ങൾക്ക് ഈ ഗവേഷണ രീതികളിൽ വിവരശേഖരണ മാർഗങ്ങൾ ഉപയോഗിക്കുന്നു. അപ്പോൾ ഈ പ്രൈമറി സോഴ്സസിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുക എന്ന് പറയുന്നത് പ്രയാസമേറിയ ഒരു പ്രക്രിയയാണ്. മാത്രമല്ല അത് ചെലവേറിയതും കൂടുതൽ സമയമെടുത്ത് വിവരശേഖരണം നടത്തേണ്ടതുമായ ഒന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിപുലമായ അന്വേഷണങ്ങൾക്ക് പ്രൈമറി സോഴ്സസ് മതിയാവാതെ വരും. അതുപോലെ തന്നെ ഗവേഷകന്റെ പക്ഷപാതപരമായ ചില ധാരണകളുടെ അടിസ്ഥാനത്തിൽ ശേഖരിച്ച ഡാറ്റകൾ ഈ ഗവേഷണം പൂർത്തിയാക്കാൻ സാധ്യമല്ലാതെയും അല്ലെങ്കിൽ തികയാതെയും വരുന്ന സാഹചര്യങ്ങളുണ്ടാവും. എന്തായാലും പ്രൈമറി സോഴ്സസിൽ നിന്നുള്ള വിവരശേഖരണം ഗവേഷണത്തിന് വളരെയധികം മുതൽക്കൂട്ടായിരിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. പരോക്ഷവും വാചികവുമായ അന്വേഷണം, ഇൻഡയറക്റ്റ് ഓർ ഓറൽ ഇൻവെസ്റ്റിഗേഷൻ. അപ്പോൾ അന്വേഷണത്തിൻ്റെ വ്യാപ്തി വളരെ വിപുലമാകുമ്പോഴോ അല്ലെങ്കിൽ വിവരം നൽകുന്നവർ നിസ്സംഗത പുലർത്തുകയോ വിവരങ്ങൾ നൽകാൻ വിമുഖത കാണിക്കുകയോ ചെയ്യുമ്പോഴാണ് പരോക്ഷ വാചിക അന്വേഷണം, ഇൻഡയറക്റ്റ് ഓർ ഓറൽ ഇൻവെസ്റ്റിഗേഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ വിവരങ്ങൾ ശേഖരിക്കുന്നത് വ്യക്തികളിൽ നിന്ന് നേരിട്ട് അല്ല, അന്വേഷിച്ച വസ്തുതകളുമായി സമ്പർക്കം പുലർത്തേണ്ട വ്യക്തികളിൽ നിന്ന്. അതിനാൽ പരോക്ഷമായി ഈ വ്യക്തികളെ സാക്ഷികൾ അഥവാ വിറ്റ്നസ് എന്ന് വിളിക്കുന്നു. സർക്കാർ നിയോഗിക്കുന്ന കമ്മിറ്റികളും കമ്മീഷനുകളും ഈ രീതിയിലാണ് വിവരശേഖരണം നടത്തുന്നത്. അങ്ങനെ ഈ രീതിയിലുള്ള ഡാറ്റ ശേഖരിക്കുന്നതിന് ഉപയോഗിക്കുമ്പോൾ ശേഖരിച്ച വിവരങ്ങളുടെ കൃത്യത വിവരങ്ങൾ നൽകുന്നതിന് തിരഞ്ഞെടുത്ത വ്യക്തികളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നതെന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിക്കേണ്ടതാണ്. അപ്പോൾ വിശ്വാസയോഗ്യമായ സ്രോതസ്സുകളിൽ നിന്നും വ്യക്തികളിൽ നിന്നും ലഭിച്ച വിവരങ്ങളെ കൊണ്ട് ഗവേഷകന് ശരിയായ പ്രയോജനം ഉണ്ടാവുകയുള്ളൂ എന്നുള്ള കാര്യം മറക്കാൻ പാടില്ല. പിന്നെ പ്രാദേശിക വിനിമയം, ലോക്കൽ കറസ്പോണ്ടൻസ് എന്നുള്ളത്. പ്രാദേശികമായ ആശയവിനിമയ രീതികൾ ഗവേഷകൻ ഡാറ്റ ഔദ്യോഗികമായി നേരിട്ട് ശേഖരിക്കുന്നില്ല, മറിച്ച് പ്രാദേശികമായ ചില അന്വേഷണങ്ങളിലൂടെ കണ്ടെത്തുന്നതായ ചില കാര്യങ്ങൾ കൂടി തൻ്റെ ഗവേഷണ വിഷയത്തിൻ്റെ ഭാഗമാക്കി തീർക്കുന്നു. എന്നാൽ അവ ശേഖരിക്കുന്നത് പ്രാദേശിക കറസ്പോണ്ടന്റ് വഴിയാണ്. അപ്പോൾ അത്തരം ഡാറ്റകളും കൂടുതൽ വിശ്വസനീയമല്ല. അതിനാൽ ഉയർന്ന തോതിലുള്ള കൃത്യത ആവശ്യമില്ലാത്ത ഇടങ്ങളിൽ മാത്രമേ ഈ ലോക്കൽ കറസ്പോണ്ടൻസ് മെത്തേഡ് ഉപയോഗിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പിന്നൊന്നുള്ളത് നമുക്ക് സെക്കൻഡറി സോഴ്സസ് ആണ്, ദ്വിതീയ ഉറവിടങ്ങൾ എന്നുള്ളത്. അപ്പോൾ പ്രസിദ്ധീകരിച്ചത് അല്ലെങ്കിൽ പ്രസിദ്ധീകരിക്കാത്ത ഉറവിടങ്ങളിൽ നിന്ന് ദ്വിതീയ ഡാറ്റകൾ ശേഖരിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ പ്രസിദ്ധീകരിച്ച സ്രോതസ്സുകൾ കേന്ദ്ര സംസ്ഥാന പ്രാദേശിക സർക്കാരുകളുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണങ്ങൾ, UN അതിൻ്റെ അനുബന്ധ സ്ഥാപനങ്ങൾ വഴി പബ്ലിഷ് ചെയ്തിട്ടുള്ള വിവരങ്ങൾ, സാമ്പത്തിക വാണിജ്യ സാംസ്കാരിക വിദ്യാഭ്യാസ രാഷ്ട്രീയ ജേണലുകൾ, വിദേശ സർക്കാരുകളുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണങ്ങൾ, പരിസ്ഥിതി ശാസ്ത്രജ്ഞർ സമർപ്പിച്ച റിപ്പോർട്ടുകൾ, ഗവേഷണ പ്രബന്ധങ്ങൾ മുതലായവയും അവയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച ഗവേഷണ പണ്ഡിതരും ഒരു സ്വകാര്യ സ്വഭാവമുള്ള അന്വേഷണങ്ങളിൽ നിന്ന് വരുന്ന വിവരങ്ങൾ തുടങ്ങിയവയെല്ലാം ഈ സെക്കൻഡറി സോഴ്സസിലാണ് ഉൾപ്പെടുന്നത്. അപ്പോൾ ചോദ്യാവലിയിലൂടെയും ഷെഡ്യൂളുകളുടെയും അന്വേഷണത്തിൻ്റെ ഭാഗമായി പ്രശ്നത്തെ പരിശോധിക്കേണ്ടതായ വിവരങ്ങൾ സെക്കൻഡറി സോഴ്സുകൾ വഴി നമുക്ക് ശേഖരിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ സാമൂഹ്യശാസ്ത്ര ഗവേഷണങ്ങളിൽ ഗവേഷകർ ധാരാളം വിവരങ്ങൾ ഈ സെക്കൻഡറി സോഴ്സസുകളിൽ നിന്നും ശേഖരിക്കുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും.